ഇന്ന് നമ്മൾ മാന്തൾ മുളകിട്ടതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചു. അതിന് ചൂടായി വന്നപ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ അതിലോട്ട് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി എന്നിവ ഇട്ടുകൊണ്ട് എണ്ണയിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ അതിലോട്ടൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടെടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇതിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ഇത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഇങ്ങനെ ഇതിലോട്ട് ഒരു സ്പൂണ് മുളക് പൊടി ചേർത്തെടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തു. പിന്നെ അതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കണം. ഇനി നമ്മളൊരു ചട്ടി വെച്ചു. അതിന് ചൂടായി വന്നപ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിന് ചൂടായി വന്നപ്പോൾ അതിലോട്ട് ഒരു നുള്ള് ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതവിടെ ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഉലുവ നന്നായിട്ട് പൊട്ടി അതിലോട്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടെടുത്തു. പിന്നെ അതിലോട്ട് നമ്മൾ നേരത്തെ വാട്ടി വെച്ചിരുന്ന തക്കാളിയും ഉള്ളി അത് മിക്സിയിലിട്ട് കണ്ട് അരച്ചെടുത്തു. എന്നിട്ട് അത് ഇതിലോട്ട് ചേർത്തെടുത്തു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലോട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനൊരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിലോട്ട് ഇനി നമുക്ക് കുറച്ച് പുളിക്കനുസരിച്ച് പുളി ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം. അങ്ങനെ പൊടി പിഴിഞ്ഞാണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഉപ്പിട്ടെടുത്തു. പിന്നെ ഇതിലോട്ട് കുറച്ച് ജീരകം പൊടി ഇട്ടെടുത്തു. പിന്നെ ഇതിലോട്ട് നമ്മളെ മാന്തൾ ഇട്ടെടുക്കുകയാണ്. ഇതിലോട്ട് നമ്മളെ മാന്തൾ ഇട്ടെടുത്തു. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അവിടെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തു. അങ്ങനെ നമ്മളുടെ മാന്തൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് 2 പച്ചമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 പച്ചമുളക് കീറിയിട്ട് കൊടുത്തു. ഇനി അതിലോട്ടൊരു സ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് അതിൻ്റെ മുകളിൽ. അങ്ങനെ നമ്മളുടെ മാന്തൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.